ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. രാമോജി റാവു അന്തരിച്ചു. രാമോജി ഫിലിം സിറ്റി സ്ഥാപകനും ഈനാട് മാധ്യമ ഗ്രൂപ്പിന്റെ തലവനും ആന്ധ്രയുടെ രാഷ്ട്രീയ മാധ്യമ രംഗത്ത് നിർണായക സ്വാധീനവും ചെലുത്തിയ വ്യക്തിയായിരുന്നു. ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ശ്രീജിത്ത് ബാലകൃഷ്ണനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ ഒരു സംഭവം. എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്? ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം? തീർച്ചയായും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഞാനും ഈ വാർത്ത ഇപ്പോൾ അറിയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു യാത്രയിലായിരുന്നു. മലയാള ദേശീയ തലത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമ ശൃംഖലയുടെ തലവൻ എന്നതിനപ്പുറത്ത് വിദ്യാഭ്യാസം, വ്യവസായം അടക്കമുള്ള ഹോട്ടൽ വ്യവസായം അടക്കമുള്ള മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വലിയ വ്യക്തിയാണ്. ഇന്ത്യൻ സിനിമാ ലോകത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ 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 വലുതാണ്. രാമോജി ഫിലിം സിറ്റി എന്ന പേരിൽ അദ്ദേഹം സ്ഥാപിച്ച ഫിലിം സിറ്റി, ഏതാണ്ട് 2000 ഏക്കറോളം വരുന്ന ഫിലിം സിറ്റി തന്നെയാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ മുഴുവൻ പ്രൊഡക്ഷൻ വർക്കുകളും ചെയ്തിട്ടുള്ളത്. അതിനൊപ്പം രമാദേവി സ്കൂൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ചെയർമാനാണ്. അതിനൊപ്പം പ്രിയ ഫുഡ്സ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭക്ഷണ ഉൽപ്പന്നങ്ങളുടെ ശൃംഖലയുടെ ചെയർമാനാണ്, തലവനാണ്. അതോടൊപ്പം ഡോൾഫിൻ ഗ്രൂപ്പ്സ് ഓഫ് ഹോട്ടൽസ് എന്ന് പറയുന്ന വലിയ ഹോട്ടൽ ഗ്രൂപ്പിന്റെ തലവനാണ്. ഇങ്ങനെ അറിഞ്ഞും അറിയാതെയും ഇന്ത്യയിലെ ജനങ്ങൾക്ക്, വിദേശികൾക്കടക്കം വലിയ പരിചയമുള്ള, ഒരുപക്ഷെ രാമോജി ഫിലിം സിറ്റി എന്ന പേരിൽ മാത്രമായിരിക്കും അദ്ദേഹത്തെ അറിയപ്പെടുക. പക്ഷെ അതിനപ്പുറത്ത് ഇന്ത്യയിലെ വലിയ മാധ്യമ സ്ഥാപനങ്ങളുടെ, വലിയ ഹോട്ടൽ വ്യവസായ ശൃംഖലയുടെ, വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലവനും ചെയർമാനുമാണ് അദ്ദേഹം. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തോടൊപ്പം 6 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. ETV എന്ന് പറഞ്ഞ സ്ഥാപനത്തിലും ETV ഭാരത് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലും. മാധ്യമരംഗത്ത് അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ച് പറഞ്ഞാൽ ഈനാട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറിൽ നിന്ന് ആരംഭിച്ച് ETV എന്ന് പറഞ്ഞ ടെലിവിഷനിലേക്ക് വന്ന് ETV ഭാരത് എന്ന് പറയുന്ന ഡിജിറ്റൽ മാധ്യമ രംഗത്തേക്ക് അദ്ദേഹം കാൽവെപ്പ് നടത്തി. ഏറ്റവും ഒടുവിൽ ബാലഭാരത് എന്ന് പറയുന്ന കാർട്ടൂൺ നെറ്റ്വർക്കിലേക്കും കാർട്ടൂൺ ചാനലിലേക്കും അദ്ദേഹം ചുവടുവെച്ചു. അദ്ദേഹത്തിന്റെ എന്റെ വ്യക്തിപരമായ അനുഭവം അദ്ദേഹത്തോടൊപ്പം എഡിറ്റോറിയൽ മീറ്റിംഗ് ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു പക്ഷേ വ്യക്തിപരമായി സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. കാരണം താരതമ്യേന ചെറുപ്പക്കാരായ ഞങ്ങളെല്ലാം സംബന്ധിച്ച്, ഒരു 10-15 വർഷം ജോലി ആളുകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അനുഭവം, അദ്ദേഹത്തിന് ഓരോ മേഖലയിലുമുള്ള അവഗാഹം, പ്രത്യേകിച്ച് ഡിജിറ്റൽ മീഡിയയൊക്കെ ആരംഭിക്കുമ്പോൾ അദ്ദേഹം അതിന്റെ തുടക്കക്കാരനായി, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ തുടക്കക്കാരനായി 87-ാം വയസ്സിലും നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കൗതുകമുണ്ടാക്കിയ സംഗതി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും, ഇന്ത്യയിലെ എല്ലാ താലൂക്കുകളിലും സെമിനാർമാരെയും കോൺട്രിബ്യൂട്ടർമാരെയും ETV ഭാരത് എന്ന് പറയുന്ന സ്ഥാപനം ഡിജിറ്റൽ മാധ്യമ രംഗത്ത് വളരെ രൂപത്തിൽ വലുതാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു വ്യവസായി എന്ന നിലയിൽ എടുത്തു പറയേണ്ടത്, ഏത് മേഖലയെക്കുറിച്ചും വലിയ അവഗാഹം ഉണ്ടായിരുന്ന ഞങ്ങളുടെ വ്യക്തിപരമായ അനുഭവം, രാവിലെ 7 മണിക്ക് തന്നെ ന്യൂസ് പേപ്പർ മുഴുവൻ വായിച്ച് ഞങ്ങളോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളായിരുന്നു. നമ്മളെല്ലാം രാവിലെ ഉണർന്നു വരുമ്പോഴേക്കും ചോദ്യങ്ങളുമായിട്ട് അദ്ദേഹം ഉണ്ടാകുമായിരുന്നു. അത്തരത്തിൽ ഇപ്പൊ എന്ത് പറയണം എന്നാണ് അറിയുന്നില്ല. കാരണം ദിവസവും 2018 മുതൽ 2022 വരെ കോവിഡ് കാലത്ത് ചെറിയ കാലയളവ് ഒഴികെ ബാക്കി എല്ലാ സമയത്തും അദ്ദേഹത്തോടൊപ്പം രാവിലെയും വൈകിട്ടും മീറ്റിങ്ങുകൾ ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനം തോന്നുന്ന കാര്യമാണ്. അതെന്നും ഓർമ്മയിൽ നിൽക്കുന്ന കാര്യമാണ്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് സിനിമാ രംഗത്തെ കുറിച്ചാണ്. ഇന്ത്യയിലെ എല്ലാ സിനിമാ പ്രവർത്തകരുമായും, സിനിമാ നടന്മാരുമായും, സംവിധായകരുമായും വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന മനുഷ്യനാണ്, വ്യക്തിയാണ് അദ്ദേഹം. അതിനൊപ്പം ആന്ധ്ര രാഷ്ട്രീയത്തെ കൈവെള്ളയിൽ അമ്മാനമാടിയ മനുഷ്യനൊക്കെ ആന്ധ്രക്കാർ പറയും. താരക രാമറാവു എന്ന് പറഞ്ഞ രാമറാവു. രാമോജി ഫിലിം സിറ്റി സ്ഥാപകനും ഈനാട് മാധ്യമ ഗ്രൂപ്പിന്റെ തലവനും ആന്ധ്രയുടെ രാഷ്ട്രീയ മാധ്യമ രംഗത്ത് നിർണായക സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു രാമോജി റാവു. അദ്ദേഹത്തിന്റെ മരണവാർത്തയാണ് ഈ പ്രഭാതം ഇപ്പോൾ കേൾക്കുന്നത്. ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.